കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി വി ആർ ഫീച്ചറിംഗ് എ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ചരിത്രം പറയാടോ. അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവൂ. എന്നുള്ളത് വളരെ സജീവമായിട്ട് തന്നെ സെലിബ്രിറ്റി എൻകൗണ്ടേഴ്സിൽ അപ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ടോ? കേരളത്തിലും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട് സെലിബ്രിറ്റീസ് എൻകൗണ്ടർ. ഈ അടി പിടി വെടി ഇതാണല്ലോ സിനിമ. മാത്രമല്ല എല്ലാ സ്ഥലത്തു നിന്നും വിളിക്കാറുണ്ട്, പോവാറുണ്ട്, മീറ്റ് ചെയ്യാറുണ്ട്. ആളപ്പ നല്ല പൂശുകാരനല്ലേ? പൂശോ? അതവന്റെ ഡാഡിയുടെ പഴയ തൊഴിലായിരുന്നു. അപ്പൊ എങ്ങനെ സെലിബ്രിറ്റീസ് നിങ്ങളെ കണക്ട് ചെയ്യുന്നത് എങ്ങനെ? അതിൻ്റെ ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്, ഫേസ്ബുക്ക്, അങ്ങനെ കുറെ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉള്ള ടീമാ www.sarasu.com. നടിമാരോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ഒക്കെ വിളിക്കുന്ന സമയത്തൊക്കെ ഇവരുടെയൊക്കെ പ്രൈവസി ഭയങ്കര ഇവർ വളരെയധികം സൂക്ഷ്മമായിട്ട് നോക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പൊ അതെങ്ങനെ അവരുടെ പ്രൈവസി നിർത്തിക്കൊണ്ട് നിങ്ങളെ കണക്ട് ചെയ്യുകയും വിളിക്കുകയും ചെയ്യുന്നതൊക്കെ എങ്ങനെയാ? ഇതേപോലത്തെ വൃത്തിയായിട്ട ചോദ്യങ്ങൾ ചോദിച്ചാലല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അവരുടെ സ്ഥലത്താണ് അവർ വിളിക്കുന്നത്. അതേതാ സ്ഥലം? വാ കാണിച്ചു തരാം. കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ അവരുടെ ഒരു ക്യാമറമാൻ പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു അസിസ്റ്റന്റ് പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു മേക്കപ്പ് മാൻ പോലെ, അങ്ങനെയൊക്കെയാണ് അവർ ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് പൂശുവോന്നർത്ഥം. ഒരു മാസത്തിൽ അപ്പൊ നിങ്ങൾ എത്ര ക്ലയന്റ്സിനെ വരെ കാണാറുണ്ട്? എങ്ങനെയാണ് അതിന്റെ ഒരു 2 അല്ലെങ്കിൽ 3 ദിവസം 2 കളി വെച്ചുണ്ട്. ഏകദേശം ഒരു ബോഡി കൗണ്ട് പറയാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? എത്ര പേര് വരെ ബോഡി കൗണ്ട് പോയിട്ടുണ്ടായിരിക്കും? ഏതാണ്ട് ഒരു 7-8 വരെ ഞാൻ എണ്ണം. അത് കഴിഞ്ഞ് എൻ്റെ എണ്ണം തെറ്റും, അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് ഒരു 60-70. ചിലർ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്ന ആൾക്കാരും ഉണ്ട്. ചിലർ ഒരു 3-4 മാസത്തിൽ ഒരു വട്ടം. എൻ്റെ അറിവിൽ ഒരു 60-70 പേര് ഉണ്ടാവും. എടാ മകനെ, വിവാഹം കഴിഞ്ഞവരാണോ കഴിയാത്തവരാണോ കൂടുതലും വരാറ്? കഴിഞ്ഞവരും ഉണ്ട്, കഴിയാത്തവരും ഉണ്ട്. ഓ എന്തൊരു സാക്ഷരത കേരളം. ഹസ്ബൻഡിന് പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും. അപ്പൊ അവര് പറയും, ഇങ്ങനെ ഹസ്ബൻഡിന് ഇങ്ങനെ പറ്റുന്നില്ല, നിങ്ങൾ വരാമോ എന്ന് ചോദിക്കും. ഓരോ മിടുക്കി പെമ്പിള്ളാര് കാര്യം സാധിക്കുന്നത് ഇങ്ങനെയല്ലേ? ഓരോ ദിവസത്തെ മെനക്കേട്. ചിലയിടത്ത് പറയും, വൈഫിന് ഇങ്ങനെ പറ്റുന്നില്ല, എനിക്കും ഇല്ല, എന്റെ കൂടി വരാമോ, അങ്ങനെയൊക്കെ ചോദിക്കും. ഇപ്പോ റെന്റെ വൈഫായിട്ട് ജോലി ചെയ്യുന്നു. റെന്റെ കാറെന്നൊക്കെ കേട്ടിട്ടുണ്ട്. റെന്റെ വൈഫ് കൊള്ളാം, നല്ല ബെസ്റ്റ് ബിസിനസ്. അതായത് ചില സമയത്ത് ഫാമിലി ആയിട്ട് വിളിക്കും. ചില ഗ്രൂപ്പ് അവർ എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും നമുക്കൊരു നീ ഞങ്ങളുടെ കൂടെ പോരണം എന്ന് പറയും. വന്ന ഒരു ത്രീസമാക്കിയം. ഒരു വെടിക്ക് 2 പക്ഷി വേണ്ട. ഒരു വെടിക്ക് 2 പക്ഷിയുടെ ആവശ്യം ഇപ്പിരായിട്ടില്ല. ഒരു പക്ഷി മതി. ഫാമിലീസ് ആണ് കൂടുതൽ വിളിക്കാറുള്ളത്. അതിപ്പോ എന്താ ഒരു ഫാഷൻ പോലെയാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ ഫാമിലീസ് വിളിക്കും. എന്റെ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം അത് തന്നെയാ.